ഹലോ, ഇന്ന് നമ്മൾ ഓറഞ്ച് കൊണ്ട് ചെയ്യാവുന്ന 4 വെറൈറ്റി റെസിപ്പീസാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ ഓറഞ്ചിനൊക്കെ നല്ല വിലക്കുറവാണല്ലേ. അപ്പോൾ ഈ ഒരു സമയത്ത് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള 4 അടിപൊളി റെസിപ്പീസുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ആദ്യം തന്നെ ഞാനിതാ ഓറഞ്ചിൻ്റെ അല്ലികൾ കുപ്പിയിൽ നിറച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് എന്താണ് ഉണ്ടാക്കുന്നതെന്നല്ലേ, ഒരു അടിപൊളി ഡ്രിങ്കാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. ആദ്യം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കസ്കസ് ഒന്ന് കുതിർക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി 2 മീഡിയം സൈസിലുള്ള ഓറഞ്ചിൻ്റെ അല്ലികൾ ആവശ്യത്തിന് പഞ്ചസാര ചേർത്തിട്ട് വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ. ഓറഞ്ചിൻ്റെ ജ്യൂസാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 2 ഗ്ലാസ്സാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ പകുതി ഇതാ കുപ്പിയിലേക്ക് ചേർത്തിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പും നമ്മളിവിടെ കുതിർത്ത് വെച്ച കസ്കസിൻ്റെ പകുതി ഇതിലേക്ക് ചേർക്കാം. പിന്നെ ഇതാ ചെറിയൊരു കഷ്ണം പച്ചമുളക് ചേർക്കുന്നുണ്ട്, 2 ചെറിയ കഷ്ണം ഇഞ്ചി ചേർക്കുന്നുണ്ട്, പിന്നെ ഒരു നാരങ്ങയുടെ നീര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ബാക്കി നല്ല തണുത്ത വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ലേ, നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല റീഫ്രഷിങ് ആയിട്ടുള്ള കുലുക്കി സർബത്താണ് കേട്ടോ. ഓറഞ്ച് കുലുക്കിയാണ് നമ്മൾ ഉണ്ടാക്കിയത്. ഇതാ നല്ല പോലെ കുലുക്കിയെടുത്ത് ഗ്ലാസ്സിലേക്ക് മാറ്റുകയാണ്. 2 ഓറഞ്ച് വെച്ചിട്ട് 2 ഗ്ലാസ് ഉണ്ടാക്കാം കേട്ടോ. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഒരു ഓറഞ്ച് കുലുക്കി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത റെസിപ്പി എന്താണെന്ന് നോക്കാം. അടുത്തതായിട്ട് നമ്മൾ ഓറഞ്ചും മുട്ടയൊക്കെ വെച്ച് ചെയ്യാവുന്ന വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു പലഹാരമാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ അതിലേക്ക് ഞാനിതവിടെ ഓറഞ്ച് എടുത്തിട്ടുണ്ട്. നമുക്ക് 1/4 കപ്പ് ഓറഞ്ച് ജ്യൂസ് എടുക്കണം കേട്ടോ. അത് ഞാനിതാ ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് ചുരണ്ടി എടുക്കുകയാണ്. നല്ലപോലെ സോപ്പൊക്കെ ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ ഓറഞ്ച്. എന്നിട്ട് അതിൻ്റെ ആ വെളുത്ത ഭാഗം പെടാതെ തൊലി ഒന്ന് ചുരണ്ടിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ഈ 2 ഓറഞ്ച് നമ്മൾ വട്ടത്തിൽ മുറിച്ചെടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ വട്ടത്തിൽ മുറിച്ചെടുക്കുമ്പോൾ കുരു നമുക്ക് എളുപ്പത്തിൽ കളയാൻ പറ്റും. കുരു ഇല്ലാതെ നമുക്ക് ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നാൽ കയ്പ്പ് രുചിയൊന്നും ഉണ്ടാവില്ല. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ട് നമുക്ക് വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് അരച്ച് ഇതിനെ നീരെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ നീരെടുത്ത് മാറ്റി വെക്കുക. അതിൽ നിന്നും 1/4 കപ്പ് ജ്യൂസാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഓറഞ്ച് എടുക്കുക. ഇനി ഇത് 1/2 കപ്പ് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കോഴിമുട്ട ചേർക്കാം. കോഴിമുട്ടയ്ക്ക് പകരം 1/2 കപ്പ് തൈരും ചേർക്കാം കേട്ടോ, കോഴിമുട്ട ചേർക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ. അപ്പോൾ പൊടിച്ചെടുത്ത പഞ്ചസാരയിലേക്ക് 2 കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിവിടെ ചുരണ്ടി മാറ്റി വെച്ച ആ ഒരു ഓറഞ്ചിൻ്റെ തൊലിയില്ലേ, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലൊരു ഓറഞ്ചിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഏലക്കയോ വാനില എസൻസോ അങ്ങനെയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ഓറഞ്ചിൻ്റെ തൊലി ഉണ്ടെങ്കിൽ തന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടും. എന്നിട്ട് അതെല്ലാം കൂടെ അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്, അടിച്ചെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി 1/2 കപ്പ് മൈദയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മളിവിടെ അരച്ച് വെച്ചിട്ടുള്ള ഒരു കോഴിമുട്ടയും പഞ്ചസാരയൊക്കെ കൂടെ അടിച്ച് വെച്ചില്ലേ, ആ ഒരു മിക്സ് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ച ഓറഞ്ച് ജ്യൂസ് ഇല്ലേ, അത് ചേർക്കാം. അപ്പോൾ നമ്മൾ കുരുവൊന്നും പെടാതെ തന്നെ ജ്യൂസ് അടിക്കണം കേട്ടോ, എന്നാലേ ഇത് കഴിക്കാതെ നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ വട്ടത്തിൽ ഓറഞ്ച് മുറിച്ചെടുത്ത് ജ്യൂസ് എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ അതിൻ്റെ ഒരു നാരില്ലേ, വെളുത്ത ഭാഗം, അതും അധികം പെടാതിരിക്കണം കേട്ടോ, എന്നാലേ കയ്പ്പ് രുചി ഇല്ലാതെ ഇരിക്കുള്ളൂ. ഇതാ 1/4 കപ്പ് ഓറഞ്ച് ജ്യൂസും കൂടെ ചേർത്തിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്ക് ടിന്നിൽ ഒഴിച്ചിട്ടോ ഇഡ്ഡലി പാത്രത്തിൽ ഒഴിച്ചിട്ടോ ആവി കയറ്റി എടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. ഒരു തവണയെങ്കിലും നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതാ ഇഡ്ഡലി പാത്രത്തിലാവുമ്പോൾ വെറും 5 മിനിറ്റ് കൊണ്ട് തന്നെ റെഡി ആയിട്ട് കിട്ടും, ചെറിയതായതുകൊണ്ട്. ഈ കേക്ക് ടിന്നിൽ ഒഴിച്ചിട്ട് ബേക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. കണ്ട 5 മിനിറ്റ് കൊണ്ട് ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഓറഞ്ച് കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഇതിന്. ഒരു തവണയെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്യണമെന്ന് ഞാൻ പറയും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. സോഫ്റ്റ്നെസ് മാത്രമല്ല നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇനി ഓറഞ്ചൊക്കെ വാങ്ങുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോണത് വെറൈറ്റി ആയിട്ടുള്ളൊരു ഓറഞ്ച് ജ്യൂസാണ് കേട്ടോ. നമ്മളെപ്പോഴും ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ചേർത്തിട്ടുള്ളൊരു ഓറഞ്ച് ജ്യൂസാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കാറുണ്ടെങ്കിൽ അതെങ്ങനെയാണെന്ന് താഴെ ഒന്ന് കമൻ്റ് ഇടണേ, എന്നാൽ എനിക്കും അത് ട്രൈ ചെയ്ത് നോക്കാമല്ലോ.
അപ്പോൾ ഞാനിതാ മീഡിയം സൈസിലുള്ള 4 ഓറഞ്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അല്ലികൾ ഇതാ ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഓരോന്നായിട്ട് എടുക്കൊന്നും വേണ്ട. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. നമ്മളിത് ഇൻസ്റ്റൻ്റായിട്ട് കുടിക്കുന്നതുകൊണ്ടാണ് കുരു ചേർത്തിട്ട് തന്നെ അരക്കുന്നത് കേട്ടോ. നമ്മളെപ്പോഴും ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ അത് അപ്പം തന്നെ കുടിക്കുകയാണല്ലോ ചെയ്യുന്നത്, റെസ്റ്റ് ചെയ്യാൻ വെക്കൂലല്ലോ. അപ്പോൾ ഇത് അടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്കുള്ള സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുകയാണ്. 1/2 കപ്പ് പാലാണ് കേട്ടോ ചേർക്കുന്നത്. നമ്മൾ സാധാരണ പൈനാപ്പിൾ, ഓറഞ്ച് അതിലേക്കൊന്നും പുളിയുള്ള ഫ്രൂട്ട്സിലേക്കൊന്നും നമ്മൾ പാല് ചേർക്കാറില്ലല്ലോ. പക്ഷെ എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ പാല് ചേർത്തിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ടേസ്റ്റിന് നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇത് ഹെൽത്തി അല്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്കറിയില്ല. അപ്പം ഞങ്ങൾ എന്തായാലും ഉണ്ടാക്കാറുണ്ട്. അപ്പം താല്പര്യമുള്ളവർ ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവരോടും എന്തായാലും ട്രൈ ചെയ്യണമെന്നൊന്നും പറയില്ല. നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കണം. നമുക്കിങ്ങനെ ഡിഫറെൻറ്റ് ടേസ്റ്റുകൾ അങ്ങനെ രുചിച്ച് നോക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാമെന്ന് മാത്രം. അപ്പോൾ അടുത്തത് നമ്മളൊരു വെറൈറ്റി ആയിട്ടുള്ള ഓറഞ്ച് ജ്യൂസ് തന്നെയാണ് കാണിക്കുന്നത്. ഇതും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടുള്ള ഓറഞ്ച് ജ്യൂസാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാനിതാ മീഡിയം സൈസിലുള്ള 2 ഓറഞ്ച് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ഏലക്ക ചേർത്ത് കൊടുക്കാം. ഏലക്കൊക്കെ ചേർക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഏലക്കൊക്കെ ചേർത്തിട്ട് എന്ത് ജ്യൂസാണ് ഉണ്ടാക്കുന്നതെന്ന്. അത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ് കേട്ടോ. അതുകൊണ്ടാണ് ഏലക്ക ചേർത്തത്. ഇതിലേക്ക് ഇതാ 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക്, ഞാനിവിടെ മിൽക്ക് മെയ്ഡാണ് എടുത്തിട്ടുള്ളത്, അത് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പഞ്ചസാരയും തണുത്ത വെള്ളവും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അരിച്ചെടുത്ത് ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ട് നമുക്ക് ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കാം കേട്ടോ. അതൊരു വെറൈറ്റി, ഒരു ഷേക്കിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇന്ന് കാണിച്ച റെസിപ്പീസിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഏതെങ്കിലും നിങ്ങൾക്ക് മിസ്സായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാം കൂടെ ചേർത്തൊരു വീഡിയോ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതുവരെ ഇതൊന്നും ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്